കുഞ്ഞുനാളില് നീ കിടക്കലും മൂത്രമൊഴിക്കായിരുന്നില്ലേ? എന്ന് വെച്ച് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പല ശീലങ്ങളും മാറണം, മാറ്റിയെടുക്കണം. പറ്റില്ല, എനിക്ക് എന്റെ മുറി വേണം. അകത്തേക്കെങ്ങ് കേറിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോടാ അവിടുന്ന്. പോവല്ലേ പറഞ്ഞത്? അച്ഛമ്മേ, അച്ഛമ്മേ, ദേ എന്റെ ഷർട്ടും പാന്റും പുസ്തകങ്ങളും ഒക്കെ പിന്നെ സകല സാധനങ്ങളും വലിച്ചു വാരി പുറത്തിരുന്നു. ആര്? റൂബി ആന്റി. എന്തിന്? റൂബി ആന്റി ഇനി മുതൽ എന്റെ മുറിയിലാ കിടക്കാൻ പോകുന്നത്. ആന്റിക്ക് പിന്നെ എവിടെയെങ്കിലും കിടക്കണ്ടേ? താഴത്തെ മുറിന്ന് അച്ഛമ്മല്ലേ ഇറക്കി വിട്ടത്. സുജാത കിടക്കുന്ന മുറിയിൽ കിടക്കാൻ അവൾക്ക് എന്താ അധികാരം? അതിന് മാത്രം എന്താ യോഗ്യത? അപ്പൊ പിന്നെ ആന്റി അവിടെ കിടക്കട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യും? നീയേ നിന്റെ മുറിയിൽ കിടത്തിയാ മതി, അപ്പൊ പ്രശ്നം തീരില്ലേ? ഞാൻ പറഞ്ഞത് ആന്റിയോട്, സമ്മതിച്ചില്ല. ആന്റിയുടെ പ്രൈവസി പോവൂലേ? നിന്റെ കൂടെ മുറിയിൽ കിടക്കാനല്ല പറഞ്ഞത്, നീ താഴെ വന്ന് കിടക്കണം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? തീരില്ല. അപ്പൊ മുകളിൽ തന്നെ വേണം, എന്റെ മുറിയുടെ അടുത്ത് തന്നെ. അതിനാ ഞാൻ ആ മുറിയിലേക്ക് മാറിയത്. ആ മുറിയിലെ എനിക്ക് കിടക്കണം. ഒന്ന് മിണ്ടാതിരിക്കട ചെറുക്ക, തൊള്ളയുടെ കൂട്ട് തൊള്ള തുറക്കാതെ. നീ വാപ്പു. നീ എന്ത് ഭാവിച്ചാന്ന് അറിയണോ എനിക്ക്? എന്തും ഭാവിച്ച് നോക്കി പേടിപ്പിക്കല്ലേ. ഉണ്ടക്കണ്ണിൽ കാന്താരി മുളക് തേക്കി ഞാൻ. അച്ഛമ്മേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വെട്ടിക്കൊല്ലാൻ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞൊട്ടും. അങ്ങോട്ട് വാ വെട്ടാൻ. തൊള്ളയുടെ 16 തൂശനില്ല വെട്ടും ഞാൻ. സ്ഥലം കൊള്ളാം. രഹസ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ അല്ലേ? ഇവിടെ അങ്ങനെ ആരും വരില്ല സർ. പക്ഷെ താൻ വരുമല്ലേ? ഈ വക്കീലെന്ന് പറഞ്ഞ വെളുപ്പിനെ കറുപ്പിട്ട് മൂടുന്ന കാബാലികനാണെന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാമോ? അങ്ങനൊന്നുമില്ല സർ. വരുന്ന കേസുകൾ അറ്റൻഡ് ചെയ്യും. അതിൽ നല്ലതും ചീത്തയും ഞാൻ നോക്കാറില്ല. താൻ ഈ കൊള്ളസംഗീതം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് സർ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. കണ്ടത് പഴയ എം.എൻ. നമ്പ്യാരുടെയും ജോസ് പ്രകാശിന്റെ സിനിമകളിലാണ്. ഏതാണ്ട് അതുപോലെ ഇരിക്കുന്നു ഈ പ്രദേശം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഈ മിസ്സിംഗ് അയാളെ കാണില്ലേ? കാണാം സർ. ഞാൻ ചെന്ന് ഡോർ തുറക്കണോ അതോ അയാൾ ഇറങ്ങി വരുമോ? നമ്മൾ ഈ മിസ്സിംഗ് അയാളെ കാണില്ലേ? കാണാം സർ. ഞാൻ ചെന്ന് ഡോർ തുറക്കണോ അതോ അയാൾ ഇറങ്ങി വരുമോ? ഇതല്ലല്ലോ കക്ഷി. അല്ല സർ. സജിത്തല്ലേ? ഗുണ്ടാത്തലവനാണ്. അല്ല സാർ, ഒരു പെണ്ണിനെ കെട്ടിപ്പോയതുകൊണ്ട് ഗുണ്ടായസം കാണിക്കേണ്ടി വന്നതാണ്. വക്കീലെല്ലാം പറഞ്ഞു. ഈ 6 അടി നീളമുള്ള തന്നെ എങ്ങനെ 3.5 അടി നീളമുള്ള ചാക്കി കയറ്റി? അവൾ ഇടിച്ചൊതുക്കി കയറ്റിയതാ സാറേ. 6-ാം വാരിക്കൊരു പൊട്ടലുണ്ടോന്ന് ഇപ്പോഴും സംശയമുണ്ട്. കാര്യാക്കണ്ട. ആട്ടിൻ സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? സൂപ്പറാ, കഴിച്ചു നോക്കണം. നിങ്ങളെപ്പോലെ ഇടികൊള്ളുന്നവർക്ക് ബെസ്റ്റാ. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ? എന്നാ ഞാനങ്ങ് പോകട്ടെ. പ്രകാശനെയും റൂബിയെയും ഇപ്പൊ വേണ്ട സാർ. വക്കീലെല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞു. ഈ പ്രകാശന്റെ ജീവിതം കുട്ടിച്ചോറാവൂല്ലേ? ഉറപ്പല്ലേ സാർ? റൂബി പിടിച്ച പിടിപിടിക്കാൻ ബ്രഹ്മാവിന് പോലും പറ്റില്ല. ഞാൻ അനുഭവിച്ചതിൽ കൂടുതൽ അവൻ അനുഭവിക്കും. അവൻ എന്റെ പിൻഗാമിയാണ്. കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് ഞാൻ നോക്കിക്കൊള്ളാം. താ ഒരു കാര്യം ചെയ്യും. പരോള് തീരുന്ന ദിവസം താൻ ചെന്ന് ജയിലിൽ പോയി റിപ്പോർട്ട് ചെയ്യും. ജാമ്യത്തിന്റെ വഴികൾ നമുക്ക് ഏർപ്പാട് ചെയ്യാം. ശരി സാർ. അപ്പൊ എങ്ങനെ വയ്ക്കില്ലേ? ഒരു ബിരിയാണിക്കുള്ള കാശ് കിട്ടും എനിക്ക്. ഒരു പാർട്ടിയാണോ സാർ ഉദ്ദേശിക്കുന്നത്? പാർട്ടിയല്ല, പ്രോപ്പർട്ടി. 6 ഏക്കറിന്റെ ജന്മിയാണെന്ന് വക്കീൽ പറഞ്ഞു. അതിൽ 1 ഏക്കർ എനിക്ക് വേണം. കുറച്ച് കാപ്പിയും കുരുമുളക് നടാനാ. പകരം റൂബിയുടെ കാര്യം ഞാൻ ഏറ്റു. പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്നും ഇനി അവൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ചേച്ചി, ഇത്രയ്ക്കൊക്കെ സഹിക്കാൻ ചേച്ചിക്ക് എങ്ങനെ കഴിയുന്നു?
ഞാനും അത് ആലോചിച്ചിട്ടുണ്ട് വീണെ. ഓരോ പ്രതിസന്ധിയിൽ വന്ന് വീഴുമ്പോഴും ഇതോടെ കഷ്ടകാലം തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും അടുത്തത് വരുന്നത്. ഇതിപ്പോ ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലെ സ്ഥാനം ഇല്ലാതായി. അല്ല, ചേച്ചിയുടെ ഭർത്താവ് അത്രയ്ക്ക് വൃത്തിയായിട്ടവനാണോ? പണ്ടേ അയാളൊരു മോശപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇങ്ങനെ ദേഹത്ത് തൊടാൻ വരുമെന്ന് വിചാരിച്ചില്ല. ഇനി എന്ത് ചെയ്യാനാ ചേച്ചിയുടെ ഉദ്ദേശം? എന്തായാലും ഇനി ആർക്കും ബാധ്യതയാവാൻ എനിക്ക് ഉദ്ദേശമില്ല. ഒരു വീട് വാടകയ്ക്ക് എടുക്കണം. എന്നിട്ട് മോനെയും കൂടി വിളിച്ചോണ്ട് വരണം. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കണ്ടല്ലോ. മോൻ വരുമോ? ഞാൻ വിളിക്കാൻ കാത്തിരിക്കുകയാണ് അവൻ. ആ, ഒരു വീട് കിട്ടാന്ന് വെച്ചാ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? അതിനല്ലേ ഞാൻ വീണയുടെ സഹായം തേടി വന്നത്. എനിക്ക് പരിചയമുള്ള 1-2 സ്ഥല ബ്രോക്കർമാരുണ്ട്. അവരോട് അന്വേഷിക്കാൻ പറയാം. എന്തായാലും ഒരു 1-1.5 ആഴ്ചയെങ്കിലും പിടിക്കും. അയ്യോ, അതുവരെ ഞാൻ എന്ത് ചെയ്യും? ഇന്നൊരു ദിവസമൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി റെസ്റ്റ് റൂമിൽ എങ്ങാണോ ഇരിക്കാം. പക്ഷെ ഒരു ദിവസം പോരല്ലോ. ഞാൻ താമസിക്കുന്നത് ഹോസ്റ്റലാണെന്ന് ചേച്ചിക്ക് അറിയാലോ. അവിടെ വേറെ റൂമുണ്ടാവാൻ വഴിയില്ല. എന്റെ റൂമിലാണെങ്കിൽ ഞങ്ങൾ 4 പേരുണ്ട്. നിലത്തൊരു തുണി വിരിച്ചിട്ടായാലും ഞാൻ കിടന്നോളാം. നോക്കട്ടെ ചേച്ചി, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. എപ്പോ തുടങ്ങിയ പാചക ഒന്ന് മാറുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചാൽ എന്താ ഇറങ്ങൂലേ? എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ വിഷം കലക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എങ്ങനെ അറിയാം? നിന്നെ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമില്ലെങ്കിൽ കഴിക്കണ്ട. വല്ല കഞ്ഞിയും പയറും ഉണ്ടാക്കി കഴിക്കും. അതാ വരുന്നു ചേട്ടാ. അയ്യടാ, തേനൊലിക്കുന്നു. റൂബി, ആഹാരൊന്നും ആയില്ലേ അമ്മേ? എനിക്കറിയാവൂ. കൊണ്ടുവന്നിട്ടില്ലേ? അല്ലെങ്കിലും അച്ഛമ്മ അടുക്കള കയറാറില്ലല്ലോ. ഇല്ല, എന്റെ സുജാത ഉള്ളപ്പോ എനിക്ക് അതിന്റെ ആവശ്യം വരാറില്ല. എന്ന് വെച്ചാ എനിക്ക് പാചകം അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്താ അച്ഛമ്മേ? ഒന്നുമില്ല, അടുക്കള വിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. നല്ല മിനുമിനുത്ത ദോശയും ചൂട് സാമ്പാറും, പിന്നെ മോക്ക് വേണ്ടി സ്പെഷ്യൽ ചട്നിയും ഉണ്ട്. ബാബിയേട്ടാ, കഴിക്കാം. എനിക്ക് വേണ്ട. അച്ഛമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ ഞാൻ കഴിച്ചോളാം. അച്ഛമ്മ ഉണ്ടാക്കി ഒന്നുകിൽ ഉപ്പ് കാണത്തില്ല, ഇല്ലെങ്കിൽ എരിവ് കുറഞ്ഞു പോകും. അത് സാരമില്ല അപ്പു. അച്ഛൻ ഉണ്ടാക്കി തരുന്നില്ലേ, എരിവും പുളിവും കുറവാണെങ്കിലും അതിലൊരുപാട് സ്നേഹം കാണും. എനിക്കത് മതി. വാ, അച്ഛമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വാ. ഇവിടെ നടക്കുന്നത് മുഴുവൻ നാടകമായിട്ട് തോന്നും എനിക്ക്. ഒരുതരം സെന്റിമെന്റൽ മെലോഡ്രാമ. ആഹാരത്തിനോടാണ് പോര്. എവിടം വരെ പോകും നോക്കാം. ഇങ്ങനത്തെ അയച്ച് ഞാൻ പിടിക്കും. വേണ്ട വീണേ, ഇതൊക്കെ എന്റെ ജീവിതഭാരങ്ങളാ. ഹോസ്റ്റലിൽ എന്നെ കൂടി തങ്ങാൻ സമ്മതിക്കോ? അവരുടെ പ്രോട്ടോകോൾ വെച്ചിട്ടാണെങ്കിൽ നടക്കില്ല. പിന്നെ മേട്രിന് എന്നെ വലിയ കാര്യ. ഇന്ന് എന്തായാലും എന്റെ കൂടെ താമസിക്കാം. നാളത്തെ കാര്യം നാളെയല്ലേ, നോക്കാം. ലഗേജ് വേണ്ട, ഞാൻ പിടിച്ചോണ്ടിരുന്നോളാം. സുജാതേ, എവിടെ പോടി നീ? അത് ഏട്ടൻ മിണ്ടിപ്പോരുത്. അലഞ്ഞു കിടക്കാൻ നീ എന്താ അനാഥ കുട്ടിയാണോ? തൽക്കാലത്തേക്ക് ഞാൻ വീണയുടെ കൂടെ. എന്ത് വീണ? ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോ അന്തി ഉറങ്ങാൻ സ്ഥലം അന്വേഷിക്കുന്നു. ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? അന്വേഷിച്ചു, അല്ല നീ പറയില്ലല്ലോ. വീട്ടിൽ പോയിരുന്നു ഞാൻ. പാവം അച്ഛനിരുന്ന് കരയുക. വീട്ടിലും എന്തോ പ്രശ്നം ഉണ്ടായല്ലേ? എന്താടി? ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ദേഷ്യപ്പെടും, അതെന്റെ അവകാശമാ. നിന്റെ മക്കൾക്ക് അച്ഛനെ വേണോ? വേണ്ടെങ്കിൽ ഞാൻ അവനെ കൊല്ലാൻ പോവുക, ആ പ്രകാശനെ. എന്താ ഏട്ടാ ഇത്? ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്ക. എന്ത് വേണമെങ്കിലും കേൾക്കാം. വാ എന്റെ കൂടെ. ചെല്ലിയേച്ചി. എന്താ ആന്റി? ഒന്നുമില്ല, ഞാൻ നിന്റെ അമ്മയല്ലേ, അടുത്തിരുന്നൂടെ? ഒരു കുട്ടിക്ക് ഒരമ്മയുണ്ടാവുള്ളൂ. എന്റെ അമ്മ സുജാതയാ.